എത്ര പെട്ടെന്ന് ഈ പോലീസിനെ മാറ്റണം. ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലുള്ള ഈ പോലീസിനെ എത്ര പെട്ടെന്ന് മാറ്റാൻ ഈ കാക്കി ഇല്ലാത്ത പോലീസുകാരൻ, ഈ വനയകോത്തിട്ട പോലീസുകാരൻ ഇന്നലെ സമ്മതിച്ച കാര്യമാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഉമ്മാനോട് ബലക്കിട്ട് കൊണ്ട് പോകലുണ്ടായി. അഞ്ചനോട് ബലക്കിട്ട് കച്ചറുണ്ടാക്കി പോയി. അപ്പൊ കേൾക്കുന്ന വാർത്ത 12 മണിക്ക് അവനവിടെ കുഴഞ്ഞിരിക്കുമ്പോൾ പോലീസുകാരൻ വന്നിട്ട് അവിടെ നേരത്ത് കൈവെക്കലും, പോലീസുകാരൻ വന്നിട്ട് അവൻ്റെ കുപ്പായത്തിൻ്റെ കോൾ പിടിക്കലും, പോലീസുകാരൻ വന്നിക്കൊണ്ട് അവൻ്റെ കൗത്ത് പിടിക്കലും, ഇതിന് കരുത്തമായ നടപടി ഇല്ലാതെ ഒരണക്ക മുന്നോട്ട് ഇല്ലാന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് ഒരു പറയാനുള്ള കാരണം, ഈ കൊണ്ടോട്ടി സ്റ്റേഷനുണ്ടല്ലോ അത് ശക്തമായ നിലവാരമാണ്. ഇത് കൊണ്ടോട്ടി സ്റ്റേഷനിലാണ്. ആ കൊണ്ടോട്ടിയുള്ള പോലീസ് സ്റ്റേഷനിലുണ്ടാ കാണുന്ന ഈ കൊണ്ടോട്ടി പോലീസ് കാണണ്ട, അവിടുത്തെ ലൈവ് കാണണ്ട, അവിടുത്തെ പോലീസുകാരാട്ടെ, അതെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് കാണണ്ടെങ്കിൽ ഈ പോലീസുകാർക്ക് എത്ര പെട്ടെന്ന് നടപടി എടുക്കണം. നടപടി എടുത്ത് അന്വേഷിക്കാൻ തയ്യാറാകണം. അതാ കാരണം നിരവധി ആളുകളെ എന്ത് കണ്ടുകൊണ്ടാണ് അവൻ്റെ അടുത്ത് വന്നത്. അവൻ്റെ കുപ്പായനം പിടിക്കലും അവൻ്റെ കൗത്ത് പിടിക്കലും, എന്നിട്ട് അവൻ്റെ കീസ് തപ്പി, എന്നിട്ട് അവൻ്റെ പാൻറ് ഊരി. അവിടെ പോലീസുകാരൻ എനിക്ക് സാധനം ഇല്ലേ പോലീസുകാരാ? നിനക്കില്ലേ? ഞാൻ ചോദിക്കുന്നു, പനയക്കോത്തുള്ള പോലീസുകാരാ, നിനക്ക് സാധനം ഇല്ലേ? നിനക്ക് സാമാനില്ലേ? നീ എന്തിനാ അവൻ്റെ സാമാനം പിടിച്ചിരുന്നത്? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയും. ഈ കേരള പോലീസുകാരോട്, ഈ കൊണ്ടോട്ടി നാണയില്ലാതെ നടക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ നേറ്റുവേനാക്കുന്ന പോലീസുകാരോട് എനിക്ക് പറയാൻ കാരണം ആൺകുട്ടികൾക്ക് പോണ്ടേ അവർക്ക് പോണ്ടേ, സാധനം വാങ്ങാൻ പോണ്ടേ. ആ ബസ് സ്റ്റാൻഡിലേക്ക് സാധനം വാങ്ങുക, മരുന്ന് വാങ്ങാൻ പോകും. എന്താ ഓൻ പിട്ടർ വലിക്കലുണ്ടോ, ഓനെ കഞ്ചാവ് വലിക്കലുണ്ടോ? അതെ, ആ സിയാ പറയണേ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, പിട്ടർ വലിക്കുന്നുണ്ട്. ഓനെ പിടിക്കാറ് ഇവനെ മാത്രം വന്നിട്ട്. അപ്പൊ ഇവനെ എന്തിനു വന്ന പോലീസ് പീഡിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇവനെ പേന്റ് കഴിച്ച് കൊണ്ട് പീഡിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല എന്താ പറയാ? അതെ, ഈ തലശ്ശേരിയിലുള്ള പോലീസുകാരനെ നിറബന്ധമായി മാറ്റാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട്, ഇവിടുത്തെ വെള്ളക്കുപ്പായും ഇവിടുത്തെ മുണ്ടും വെള്ളട്ടിറക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, എത്ര പെട്ടെന്ന് ഈ കൊണ്ടോട്ടിത്തെ പോലീസിനെ മാറ്റാൻ തീരുമാനമെടുക്കണം. നിർബന്ധമായിട്ട് പരാതി കൊടുക്കേന വേണം. ഇമ്മാരെ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരൻ, അതെ ഒരു പോലീസുകാരൻ മതി ഈ വൃത്തികേട് കാണിക്കാൻ. അതെ, കൊണ്ടോട്ടി സ്റ്റേഷൻ അത് കേട്ടോ, കണ്ടില്ലേ? ഈ വൃത്തികേട് കാണിക്കുന്ന പോലീസുകാരനെ വേണ്ട. ഈ ബനം കൊത്തിരിക്കുന്ന താടിയിൽ, അതെ കട്ടിയുള്ള വീസല്ല പോലീസുകാരൻ. ആ കട്ടിയുള്ള വീസല്ല ആ പോലീസുകാരൻ എത്ര തൊന്നു കൂട്ടിട്ട് കാര്യമില്ല. കട്ടിയുള്ള വീസല്ല ബനംകൊത്തിൽ പോലീസുകാരൻ അടിച്ചിട്ട് ആ പോലീസുകാരൻ ആന വന്നിട്ട് ഇന്ന് പറഞ്ഞ എൻ്റെ കൈ വേദന ഉണ്ട് ഉമ്മ, ഇന്ന് പറഞ്ഞോ അവൻ്റെ കൈ വേദന ഉണ്ടല്ലോ, അവൻ്റെ കൈ വേദന ഉണ്ട്, അവൻ്റെ പെരടി വേദന ഉണ്ട്. പോലീസുകാരൻ എന്തോടോ ഗുണ്ടായുസം കാട്ടുന്നത്? കാരണം എത്രടോ പോലീസുകാരൻ കാട്ടുന്നേ? അവിടെ പോലീസുകാരൻ ചെറ്റേ നിന്നോട് വെച്ചത്, നീയൊക്കെ എന്താണ് കാട്ടിക്കൊട്ടുന്നത് ആ പാത്തിന? എടേ ഞാൻ ചോദിക്കുക, നീയൊക്കെ എന്ത് ചെറ്റടോ? എന്ത് ചെറ്റേ? നീ ചെറ്റതം കാണിക്കരുത്, ചെറ്റതം. അതാണ് അതുകൊണ്ട് കൊണ്ടോട്ടിയിലെ പോലീസുകാരനെ മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി തീരുമാനമെടുക്കണം. ഈ കൊണ്ടോട്ടി സ്റ്റേഷനിലുള്ള ആ വനയകൊച്ചു പോലീസിനെ നിർബന്ധമായി ഒഴിവാക്കണം. നിർബന്ധമായി പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിൽ കാണിക്കണോ? കണ്ടില്ലേ? നിർബന്ധമായി മാറ്റാൻ, നിർബന്ധമായി ഒഴിവാക്കണം പോലീസുകാരൻ. നിർബന്ധമായിട്ട് കണ്ടോ
കണ്ടില്ലേ? നിർബന്ധമായി നിരപരാധികളായ ആളുകളെ ആക്രമിക്കുന്ന, അവര് കൗത്തുപിടിക്കുന്ന പോലീസുകാരനെ വേണ്ട. അതെ, ഒഴിവാക്കണം. അവൻ ലൂട്ടിൽ വേണ്ട. അതോടെ പിണറായി വിജയനെ മദ്യർക്ക് കേസെടുത്തോ. കാരണം അവിടെ നിയമമില്ല. അതെ, മദ്യർക്ക് കേസെടുത്തോ പിണറായി വിജയ മദ്യർക്ക് എടുത്തോ. അതൊക്കെ നല്ലതാണ്. എടുത്തോ മദ്യർക്ക്. എടുക്കാൻ ഈ ബനേകൊത്ത് പോയിന എടുക്കാൻ അവന്റെ കൈ വേണണ്ടേ. എടുക്കാൻ പോലീസുകാരനാ. ഈ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ബനേകൊത്ത് പോയിന എടുക്കണം. നിർബന്ധമായി കേസെടുത്തോ. മദ്യർക്കാരനതേ പിണറായി വിജയ മദ്യർക്കാരനത് എന്നോട്. നിന്റെ ആഭ്യന്തരം ഉണ്ടല്ലോ, നിന്റെ ആഭ്യന്തര കയ്യിൽ പുറത്ത്. അതെ, പിണറായി വിജയനോട് എനിക്ക് കയ്യില്ലെങ്കിൽ ഇറങ്ങിക്കോ. നിന്നോട് മദ്യർക്കാ പറഞ്ഞത്. നിന്നോട് മദ്യർക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് സംഭവിക്കും. മനസ്സിലായല്ലോ? എന്ത് സംഭവിക്കും പറഞ്ഞുതരാം. ആദ്യക്കര പറഞ്ഞുതരാം. ഈ കൊണ്ടോട്ടി സ്റ്റേഷനിൽ എന്ത് സംഭവിക്കും പറഞ്ഞില്ല. ആദ്യക്കര പോലീസുകാർ എടുത്തോ മദ്യർക്ക്. അതെ, പിണറായി വിജയൻ എടുത്തോ. അത് നല്ലതാണ്. എടുത്തോ. ഈ ബനേകൊത്തെ പോലീസുകാരനാ, ഈ കട്ടിലെ വീസുള്ള പോലീസുകാരനാ. എടുത്തോ മദ്യർക്ക് കേസെടുക്കി. എടുക്കോ. അവന്റെ കാക്കില്ല. എടുക്കണം. കാക്കില്ലാതാണ് വന്ന് നേരത്തെ കൈവച്ചത് ആ അഞ്ചന്റെ. എടുക്കണം. ഞാൻ ലോകറാ. ഇർസ് ലോകർ. ആ ഇർസ് ലോകരുടെ പേര് പറഞ്ഞപ്പോ പോലീസുകാരന് അത് അറിയില്ലാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞപ്പോ ഉമ്മൻചാട്ടൻ അറിയില്ലാണ്. എടുക്കണം. ആ പോലീസുകാരൻ എടുക്കൂല. ഇവിടുത്തെ ഭരണകാരികളായ ലീഗിനോട് കോൺഗ്രസിനോടും മദ്യർക്ക പറഞ്ഞത്. ആ ബനേകൊത്ത് പോലീസുകാരനാ എത്ര വട്ടത് കേസെടുക്കണം. എടുക്കണം. നിർബന്ധമായി. അങ്ങനത്തെ പോലീസുകാരെ മാണ്ടായിരുന്നില്ലേ? അങ്ങനത്തെ പോലീസുകാരെ കൊണ്ടോട്ട് സ്റ്റാൻഡിൽ വേണ്ട. അങ്ങനത്തെ ബായി നോക്കികളെ വേണ്ട. കാരണം ആ ചെക്കനെ കാട്ടി. അതെ, നാളെ വാരാക്കര കട്ടൂലേ? അതുകൊണ്ടായിരുന്നേ ആ ചെക്ക പോലീസ് വേണ്ട. നിർബന്ധം ഒഴിവാക്കണം. അങ്ങനത്തെ പോലീസിനെ വേണ്ട. ദമ്മ് കൂട്ടുന്നതും അതുപോലെ ടൈറ്റ് കൂട്ടുന്ന പോലീസിനെ വേണ്ട. ഒഴിവാക്കണം. ബനേകൊത്തിട്ട പോലീസുകാരൻ ആ ഡീൽസ് പാൻറ് കുറച്ചാക്കി ഏറണം. അത് കുറച്ചേരണം. മാറ്റണം. നിർബന്ധമായിട്ട് പിണറായി വിജയ ഓർത്ത് കളിച്ചോ. പിണറായി വിജയ് പോട്ടത്ത് കാണില്ലേ? പിണറായിന്റെ പോട്ടം കാണില്ലേ? ഈ ലൈവിൽ പിണറായിന്റെ ഫോട്ടോ ഉണ്ട്. അതെ, ഞാൻ യൂട്യൂബിൽ ഇടും. അതുകൊണ്ട് പിണറായിന്റെ ഫോട്ടോ ഇത് കാണില്ലേ? ആ പിണറായിന്റെ ഫോട്ടോ കാണണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളാണ് ആഭ്യന്തരം. ഈ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലുള്ള ആ പോലീസിലൊരു പോലീസുകാരുണ്ട്. ബനേകൊത്തിലെ പോലീസുകാരൻ ഒരു കട്ടിയുള്ള വീസല്ല. ആ പോലീസുകാരനെ മാറ്റണം. നിർബന്ധമായിട്ട് കട്ടിയുള്ള വീസല്ല പോലീസുകാരൻ. അതെ, ഒരു അടിച്ചിട്ട് മണ്ണക്കൻ അവന് വന്നിട്ട് ആ സിയാബിന്റെ കൈ പിടിച്ചുകൊണ്ട് വലിച്ചു. പിന്നെ അവന്റെ കുപ്പായത്തിന്റെ കോട പിടിച്ചു. പിന്നെ അവന്റെ കൗത്ത് പിടിച്ചു. പിന്നെ അവന്റെ പാൻറ് തപ്പി. പിന്നെ അവന്റെ പാൻറ് കീച്ചി എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, അപ്പോ എത്ര പെട്ടെന്ന് മദ്യർക്ക് പറഞ്ഞത്. അതുകൊണ്ട് ഈ പോലീസുകാരനെ എത്ര പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിട്ടില്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം മാറാൻ പോകുന്നുള്ളൂ. ഇത് വലിയ വിഷയമായി മാറും. അതെ, കാരണം ആ പോലീസ് കളിക്കാട്ടില്ല. അവിടെ നിൽക്കാൻ പറ്റില്ല. പോലീസുകാരെ കണ്ടലറിയാം. എല്ലാവർക്കും അറിയാം. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡിൽ ഇല്ല തോട്ടത്തൊഴിലാളിമാര് അവർക്കറിയാം. അവിടുത്തെ വോട്ടർമാർക്കറിയാം. ആ വോട്ടർമാർക്ക് അറിയാം ഇർസുക ലോകരാന്ന്. ആ വോട്ടർമാർക്ക് അറിയാം. ആ വോട്ടർമാരോട് പോലീസുകാരൻ ചോദിച്ചോ? ഈ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന വോട്ടർമാർ ചോദിച്ചോ? ഇർസുക്കിന്റെ ലൈവ് കാണുന്ന ആൾക്കാരാ. ഇർസുക്കിന്റെ വീട് കാണുന്ന ആൾക്കാരാണ് ആ വോട്ടർമാര്. അവിടെ ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണോ നീ എന്റെ അഞ്ചിനെ നേരത്തെ കഴിച്ചത്? അതുകൊണ്ട് നിന്നോട് പറഞ്ഞല്ലോ ഇത് ബാക്കില്ല. ഇത് അപ്പീലില്ല. ബാക്കില്ല. ഇത് ബാക്കി മറിയില്ല. ഇല്ല, മാപ്പില്ല പോലീസുകാരാ. മാപ്പില്ല എനിക്ക്. ബനേകൊത്തിലെ പോലീസുകാരാ മാപ്പില്ല. നിനക്ക് മാപ്പില്ല. നിന്നെ മാറ്റണം. നിന്നെ നിരവധമായി മാറ്റണം. ഇവിടുത്തെ ലീഗുകാരോട്, ഇവിടെ ഭരിക്കുന്ന ലീഗിന്റെ ആളുകളോട്, ഇവിടുത്തെ അസർ മടാൻ എനിക്ക് കേൾക്കുന്നുണ്ടോ?
അതെ മധുബായി അസഫ് മടാനെ കേൾക്കുന്നുണ്ടോ? മധുബായി നിന്നോട് വെച്ചത് മധുബായി അസഫ് മടാനോട് ശാന്തി കമ്മിറ്റിയായ അസഫ് മടാനോട് വെച്ചത് കേൾക്കുന്നുണ്ടോ? മോരിനലി ഇരുത്തൊടിയേ നീ കേൾക്കുന്നുണ്ടോ? നിന്റെ പേരാണ് എനിക്ക് പേട്ടാണ് എൻ്റെ പേര്, എൻ്റെ ഉൽപ്പത്തിൻ്റെ പേരാണത്. അതെ കേൾക്കുന്നുണ്ടോ? നീ എൻ്റെ കുടുംബമാണ്. അതെ നീ എൻ്റെ കുടുംബമാണ്. ഇരുത്തൊടിയ മോരിനലിയെ നിന്നോട് പറഞ്ഞത് മാറ്റിക്കോ പോലീസിനാ, മാറ്റിക്കോ. എനിക്ക് നല്ലത് മാറ്റിക്കോ. അതെ കേൾക്കുന്നുണ്ടോ? ഇരുത്തൊടിയായ മോരിനലിനോട് പറഞ്ഞത്, മോരിനലിലൂടെ ലീഗിൻ്റെ മോരിനലിലൂടെ മാറ്റിക്കോ. നിനക്ക് മാറ്റിക്കോ മുസിവാട്ടിന്ന്. ആ മുസിവാട്ടി വലിക്കൽ നിങ്ങളല്ലേ. അതുകൊണ്ട് എത്ര വട്ടത് കൊണ്ടോട്ടി പോലീസിനെ മാറ്റിയിട്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറാൻ പോലുള്ളൂ. മാറ്റിക്കോ. ഈ ലൈവ് കാണി മാറ്റിക്കോ. ഓനെ മാറ്റിക്കോ അവിടുന്ന്. ഓനെ മാറ്റി നിറപെട്ടാൻ മാറ്റണം. നാളെ ജീവിക്കേണ്ട ആൾക്കൊക്കെ, നാളെ ജീവിക്കേണ്ടവിടാ മാണ്ടേ, അവിടേക്ക് ആന്തിക്ക് പോകണ്ടേ, മരുന്നാൻ പോണ്ടേ. പിന്നെ എന്തിനു വേണ്ടിയിടോ നീ ഓല കയ്യച്ചത്? നീ എന്തിടോ നിന്റെ ഞാൻ പറയപ്പെടുന്നോടെ അവിടെ ചോദിക്കണ്ട. കാരണം നിന്റെ മോനാണ്. നീ ഓടെ തല്ലാനോ അടിച്ചാനൊക്കെ അല്ലേ മാറ്റിക്കോ. അതോടെ ഇരത്തൊടിയായ മോരിനോട് ഈ പോലീസുകാരനെ ഇവിടെ വെച്ച് കൊടുത്താൻ പാടില്ല. ഇരത്തൊടിയായ മോരിനോടാണ് പറഞ്ഞത്. മോരിനലിയെ നീ ഓർത്തോ, മാറ്റിക്കോ. അസുഖമടാന മാറ്റിക്കളിക്കണല്ലേ, മാറ്റിക്കോ. നീയാണ് കൊണ്ടോട്ടി മുസിവാട്ടി വർക്കാക്കിയത്, മാറ്റിക്കളിക്കത് സാധനം. മാറ്റിക്കോ. ആളെ പറഞ്ഞ അവിടെ തൊട്ടടുത്തിരിക്കുന്ന അത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? മോരിയിലെ തൊട്ടടുത്തിരിക്കുന്ന ആ പോലീസുകാർ തൊട്ടടുത്തിരിക്കുന്ന ആൻസ് വലിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് തൊട്ടടുത്തിരിക്കുന്ന കള്ളുടിച്ച് വീണെടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അസിയാവ് പറഞ്ഞത്. അതെടുക്കാതെ ഓനെ മാത്രം എടുക്കാതെ ഇവനെ നേറ്റിക്ക് പാലീകരിക്കുകയാണ്. ഇവന്റെ ചാന മറവാണോ? ഇവനത്ത് വേണം. എന്നിട്ട് ഇവനെ നാണിക്കുക, എന്നിട്ട് ഇവനെ നാട്ടിക്കുക. അതാണ് കാരണം. എന്തോ അത് എന്താ ഇത് കേൾക്കണത്? അതുകൊണ്ട് ആ പനയെ കോച്ചിൽ പോലീസിനെ മാറ്റിക്കോ. കേൾക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോ. അതെ ഈരത്തോടിയായ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മോരിനോട് പറഞ്ഞത് നീയാണ് ഇവിടുത്തെ വലിയ ആള്. ആ മാറ്റിക്കോ, നിറബന്ധമായി മാറ്റിക്കോ. വെള്ള കുപ്പായും വെള്ളം മുണ്ടെടുക്കുന്ന മോരിനോട് ഇവിടുത്തെ പോലീസുകാരെ മാറ്റിക്കോ. ഇവിടെ നേണ്ടിരിക്കണ്ടാന്ന് എന്നോട്. ഇവിടെ നേണ്ടിരിക്കണ്ട. ഇവിടെ പോലീസ് നേണ്ടിരിക്കണ്ടാന്ന്. ഇവിടെ ഞാൻ നേണ്ടിരിച്ചോളാം. ഇവിടെ കൊണ്ടോട്ടി പോലീസ് നേണ്ടിരിക്കണ്ട. ഓടുന്നു നേണ്ടിരിക്കല്. അത് ശരി. വേഗം മാറ്റിക്കോ. ബനയെ കോത്തുന്ന പോലീസുകാരനായ ആ കട്ടിലെ വീസുള്ള പോലീസുകാരനാ മാറ്റിക്കോ. ഓനെ മാറ്റിക്കണല്ലേ. പരാതി കൊടുക്കണം. പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്ക. പിണറായി സർക്കാർ പരാതി കൊടുക്കുക. ആ ബന്ധത്തിന് കൊടുത്തതാക്കേനാ മാറ്റോടുന്നേ. വേഗം മാറ്റിക്കോ. ബോട്ട് കിട്ടുന്നില്ലേ മാറ്റിക്കോ. അതെ ബോട്ടിനും വേണ്ടി വണ്ടിയിട്ട് കാര്യമില്ല. വേഗെടുത്ത് ജനങ്ങളെ കണ്ടിട്ട് വേണ്ട ബോട്ട് വാങ്ങി പോയാൽ പോരാ. വേഗെടുത്ത തീരുമാനം വേഗെടുത്തോ. 41 മെമ്പർമാരുണ്ട്, 41 മെമ്പർമാർ. കാരണം നിങ്ങളൊക്കെ എത്ര വേണ്ടിയിരിക്കുന്നത്? 40. വേഗം പരാതി കൊടുത്തോ മോരിനോട്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന നഗരസഭ ഭരിക്കുന്ന മോരിനോട് വേഗെടുത്തോ. ഇരുത്തൊടിയോട് അവിടുത്തെ അസർമടാനോട് അതെ അസർമനോട് പറഞ്ഞേ എടുത്തോ. നിന്റെ തല ചേർക്കല്ല, എടുത്തോ. പരാതിക്ക് മാറ്റോടുന്നേ. ആ സിയാബിന്റെ കയ്യാട്ടം ചെയ്ത പോലീസ്, ആ സിയാബിനെ കയ്യാട്ടം ചെയ്തു. ഇരുത്തൊടിയാക്ക് സിയാബെന്ന, അതെ ഇരുത്തൊടിയാല സിയാബെന്ന അഞ്ചൻ ഞാൻ ലോകറാ. അതെ അവനെ കയ്യാട്ടം ചെയ്ത് നിർബന്ധമായി മാറ്റിക്കോ. വേഗം ഒഴിവാക്കണം. അത് അങ്ങനത്തെ പോലീസിനെ വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ പോലീസിനെ മാറ്റണം. എല്ലാം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ഈ കൊണ്ടോട്ടി നിൽക്കുന്ന എല്ലാ മലയാളികളും, ഇവിടുത്തെ വോട്ടർമാരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഈ ബനം പോലത്തെ പോലീസ് മാണ്ട വേണ്ടവനാ. ഓനെ കൂട്ടിലാക്കാട്ടില്ല. ഓനെ കൂട്ടിലാക്കാറ്റുള്ളൂ. ഓനക്ക് പോലീസ് ആകാട്ടില്ല. ഓനക്ക് കയ്യില്ല. ഓ ജനങ്ങളെ ആക്രമിക്കുകയാണ്. നിരവധി ആളുകൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. സാർ മനസ്സിനോട് സ്വഭാവം ചെയ്യില്ല. നിരവധി ആളുകൾ ആക്രമിക്കുക. കാരണം അടിച്ച് കല്ലിനെ ചവിട്ടുക. എന്തത്? ഇത് ഗുണ്ടായിസാണോ? ഞാൻ ചോദിക്കുന്ന മോദിനോടാണ്. മതിയായിരിക്കുക. പോലീസിനെ മാറ്റിക്കോ. അതൊക്കെ നല്ലതാണ്. ഇവിടെ ഗുണ്ടായിസാണോ? ഈ മോദിന് കേൾക്കുന്നുണ്ടോ?
ഇത് കൊണ്ടാഴ്ചമാണ് കാണിക്കുന്നത് പോയി ഈ പോലീസുകാരൻ. അതെ, നീയൊക്കെ ഭരിക്കുന്നത് നീയാണ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി. ഞാൻ ആ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുത്തത്, ആ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് അതെ ഉണ്ടാക്കി കൊടുത്ത് പോലീസുകാർ ഇരിക്കാൻ വേണ്ടി ഓഫീസിൽ കൊടുത്ത്, എന്നിട്ട് ആ ബീസക്കാരൻ, ആ പോലീസുകാരൻ അവന്റെ കുപ്പായത്തിന്റെ കോല പിടിച്ചുകൊണ്ട് അവന്റെ പാൻറ് കഴിച്ചുകൊണ്ട് എന്തൊക്കെയാണ് തോണിസം ചെയ്യുന്ന മോരി കേൾക്കുണ്ടോ? അവന്റെ പോലീസുകാരെ മാറ്റിക്കോ, നിർബന്ധമായി മാറ്റിക്കോ, വേഗം മാറ്റിക്കോ. പോലീസിനെ നിർബന്ധമായി മാറ്റണം, നിർബന്ധമായിട്ട് ആ പോലീസിനെ മാറ്റിക്കോ. മാറ്റാൻ പറഞ്ഞേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട്, ഇവിടുത്തെ ലീഗുകാരോട് പറഞ്ഞു, മതിയാക്കി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ UDF ഭരിക്കുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ആ സ്ഥാനം ഒയ്യണം. പോലീസുകാരൻ ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല, ആ സ്ഥാനം ഒയ്യണം, നിർബന്ധമായിട്ട് സ്ഥാനം ഒയ്യണം, നിർബന്ധമായി. ഒരണക്കില്ല, അത് ഏതായാലും വേണം, ഒരണക്കില്ല. ആ പോലീസുകാരെ മാറ്റണം. അതെ, നിർബന്ധമായിട്ട് പോലീസുകാരെ മാറ്റണം. അത് ഒരു പോലീസുകാരെ മാറ്റണം. എൻ്റെ ഉമ്മയും പറഞ്ഞതന്നെ, അതെ എൻ്റെ ഉമ്മയും പറഞ്ഞതന്നെ പോലീസുകാരെ മാറ്റാൻ. അതെ, എൻ്റെ ഉമ്മി പറഞ്ഞു, എൻ്റെ ഉമ്മ കൈ വേനാണ്ട് ആ പോലീസുകാരൻ ആക്രമിച്ചു. അതെ, ആ പോലീസുകാരൻ ആക്രമിച്ചു. നിർബന്ധമായിട്ട് നിർബന്ധമായി മാറ്റണം, നിർബന്ധമായിട്ട് ആ പോലീസുകാരെ മാറ്റണം. ഇവിടെ ഭരിക്കുന്ന UDF ആണ്, നിർബന്ധമായിട്ട് തീരുമാനത്തോ. ഇവിടെ മാർക്സിസ്റ്റ് കളിച്ചിന് തീരുമാനത്തോ, മാറ്റിക്കോ, തീരുമാനത്തോ. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി നിൽക്കുന്ന UDF ആണ്. നിർബന്ധമായിട്ട് ഇവിടുത്തെ ലീഗും കോൺഗ്രസിനോട് ശക്തമായി പോരാടുകയാണ്. അതെ, നിങ്ങളൊക്കെ വെള്ളക്കുപ്പായും വെള്ളം മുന്നിട്ട് നടക്കില്ല മേലങ്ങാടി കൂടെ തുറക്കലങ്ങാടി കൂടി. അതെ, ഒരു അവസരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൊമ്പില്ല, നിങ്ങൾക്ക് ഇല്ലേ? പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കണില്ലേ? അഷ്ടാണ് നിങ്ങൾ തോക്കണില്ലേ? അതെ, ഈ മേലങ്ങാടിയിലൊക്കെ ഉണ്ട്, ഈ മേലങ്ങാടി കോൺഗ്രസിന്റെ. അതെ, ഈ മേലങ്ങാടി കോൺഗ്രസ് കണ്ടില്ല, വെള്ളക്കുപ്പായും വെള്ളം മുന്നിട്ട് നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അവർക്ക് വെള്ള പേപ്പർ ഉണ്ടല്ലോ, എഴുതി കൊടുക്കണം, എഴുതി കൊടുത്ത് ഒഴിവാക്കുക, മക്കിയാണ്ടിക്ക് പരാതി കൊടുക്കുക. ഇവിടെ നിൽക്കുന്ന MLA കൊണ്ടോട്ടി MLA, ആ MLA പണി, ആ MLA കാണ്ടോ? കൊണ്ടോട്ടി MLA T. ഇബ്രാഹിം കാണുണ്ടെങ്കിൽ ഈ പോലീസുകാരനെ അവിടെ ഒഴിവാക്കണം. അല്ലാതെ ഇത് നാട് ഭരിക്കാൻ പറ്റുന്ന പോലീസാ, കള്ള നായിൻ്റെ മോൻ, ആളെ നേരിട്ട് കയ്യേക്കുന്ന. അതെ, ആളെ നേരിട്ട് കയ്യേക്കുന്ന യോഗ്യന്മാരുടെ അഞ്ചിലാണെന്ന് മനസ്സിലാക്കാത്തെ പോലീസുകാരെ മാറ്റണം നിർബന്ധമായിട്ട്. എൻ്റെ ഉമ്മ അടക്കം എല്ലാവരും എതിരാണ്, എല്ലാവരും പോലീസുക്കെതിരായിട്ടിരിക്കുകയാണ്, ശക്തമായി ഉന്നയിക്കുകയാണ്. അതെ, എൻ്റെ ഉമ്മ പറഞ്ഞ്, ഞാൻ ഏത് അറ്റമാണ് പോകുന്നില്ല ഉമ്മ, നീതി കിട്ടുന്ന വരെ പോവും, എൻ്റെ മോനിക്ക് നീതി കിട്ടുന്നവരെ പോവും എന്ന് പറഞ്ഞു. ആ സിയാവിന് നീതി കിട്ടുന്നവരെ പോകുന്നു, ഏതറ്റം പോവും. എത്ര പെട്ടെന്ന് ആ പോലീസുകാരെ മാറ്റിക്കോ. ഇന്ന് ഈ പോലീസുകാരനെ ഇവിടെ വെക്കാൻ പാടില്ല. അസറ മടാനെ നിന്നോട് പറഞ്ഞത്, മടാനോടും മോരിലോടും. ഇവിടെ ഭരിക്കുന്ന മോരിലാണ്, ലീഗിന്റെ മോരിലി. നിന്റെ സാധനം കിട്ടിയിട്ട് കാര്യമില്ല, നിന്റെ വെള്ളക്കുപ്പായി വെള്ളം മുണ്ടിട്ട് വേണ്ട നിന്നാ പോരാ. ശരിയല്ലേ? പോലീസിന്റെ അടുത്തേക്ക് കണ്ടേ ആളായത് ഓനെ മാറ്റിക്കോ. കാരണം ഓനെ മാറ്റില്ല, ഒരു കാര്യം പറഞ്ഞത്, ഈ പോലീസുകാരെ മാറ്റിക്കോ. ഇരതൊടിയായ മോരിയലോട് ഈ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്ന മോരിയലി പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതെ, ആ ബീസക്കാരനായ പോലീസുകാരെ മാറ്റിക്കോ. അതുകൊണ്ട് ആ അഞ്ചിന് കൈ വേണാണ്ട് സോള് വേദനാവണം, കൗത്ത് വേദനാവണം, അതുപോലെ കുപ്പായം വലിച്ചു കീറി എന്നൊക്കെയാണ് പറഞ്ഞത് ആക്രമിക്കുന്ന പോലീസുകാർ. അതുകൊണ്ട് ഈ പോലീസുകാർക്ക് ശക്തമായാണ് 12 മണിക്കാണ് പോലീസുകാർ ആക്രമിച്ചത്. ഈ പോലീസുകാർക്ക് കർത്തമായ നടപടി വേണം. പിണറായി സർക്കാർ എടുക്കണം, പിണറായി സർക്കാരെ കൊണ്ട് എടുപ്പിക്കണം. മോരിയലി എടുപ്പിക്കണം. മോരിയലിയാണ് ഇവിടുത്തെ ആള്. ആ മോരിയലി തന്നെ പരാതി കൊടുക്കണം. അതെ, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ലെറ്റർ ബോർഡ് എത്ര പെട്ടെന്ന് പിണറായിക്ക് കൈമാറണം. ഈ പോലീസുകാരനെ മാറ്റാൻ എത്ര പെട്ടെന്ന് മോരിയലിന്റെ ലെറ്റർ ബോർഡിൽ എഴുതിയിട്ട് പിണറായി സർക്കാർ
ആരും സപ്പോർട്ട് ചെയ്യരുത്. ആരും ഈ പോലീസുകാർക്ക് ആരും നിന്നൊടുക്കരുത്. ഒരാളും നല്ല കാര്യത്തിന് മാത്രം നിന്നാൽ മതി. ഇതൊരു അർജന്റ് ഇതൊരു നിലവാരിയ ആളുകളാണ് ആക്രമിച്ചത്. അതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട്. അതോടെ ഇത് കണ്ടുകൊണ്ട് പോകരുത്. ലൈവ് കണ്ടുകൊണ്ട് പോറപ്പുറം ആൾക്കാരുണ്ട്. കാരണം ആ ചോണ്ടപ്പാട്ട് ചങ്ങായിതാ, ആ ചോണ്ടപ്പാട്ട്, ആ കണ്ണാച്ച, ആ ചോണ്ടപ്പാട്ട് കൊണ്ട് ഓനെ കണ്ടുകൊണ്ട് പോകണം. ഓനെ തോടില്ല ആ ചുവപ്പിട്ട ചങ്ങായിക്ക്. ആ ചുവപ്പിട്ട ചങ്ങായിക്ക് തോടില്ല. ആ ചുവപ്പിട്ട ചങ്ങായിക്ക് തോടില്ല. ഓൻ പോലീസിന്റെ ബലം കൈയാണ്. ഓൻ പോലീസിന് എന്നെടുക്കുന്ന ആളാണ്. ആ ചുവപ്പിട്ട പാട്ട് ഓൻ പോലീസിന്റെ അച്ചായമായി എടുക്കുന്ന ആളാണ്. ഓൻ എത്തപ്പെട്ടില്ലല്ലോ. ഓൻ പോലീസ് സപ്പോർട്ട് ചെയ്യില്ലേ ഓൻ ചെയ്യുന്നത്. ഓൻ ലൈഫ് പഠിച്ചിട്ടില്ല, ഓൻ കമ്മിൽ എടുക്കണില്ല. പോലീസിന് സപ്പോർട്ട് ചെയ്യാണ്. ആര്? ആ ആ കണ്ണാച്ച പോയി മെലും വന്നു പോയി ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് നേരെ വഴിക്ക് പോണ ആൾക്കാരാണിത്. നേരെ പോണ വഴിക്ക്. കാരണം പോലീസിന് എതിരായിരിക്കുന്ന ആൾക്കാർ, ആ പോലീസുകാർക്ക് കറക്റ്റമായ മറുപടി എടുക്കണം. പോലീസുകാർക്ക് ആ പോലീസിനെ പേടുന്നില്ല. ആ വീസക്കാരനായ പോലീസുകാരൻ ആർക്കും പേടില്ല. എൻ്റെ ഉമ്മ പറഞ്ഞേ, എൻ്റെ ഉമ്മ ഒന്നും ഇവിടെ കാണാനില്ല. അവിടെ ആ പോലീസുകാരെ മാറ്റം. നിർബന്ധമായിട്ട് ഇവിടുത്തെ ഭരിക്കുന്ന പിണറായി സർക്കാരും ഇവിടുത്തെ കൊണ്ടോട്ടി മുസ്ലിം പാർട്ടി ഭരിക്കുന്ന ലീഗിൻ്റെ UDF തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇത് വലിയ വിഷയമാകും. ഓക്കെ, അതുകൊണ്ട് ആ പോലീസുകാരെ മാറ്റിക്കോ പോലീസുകാരെ മാറ്റിക്കോ മാറ്റണം. നിർബന്ധമായി മാറ്റണം. അങ്ങനത്തെ പോലീസുകാരെ വേണ്ട. ഇവിടെ വെച്ച് കൊടുത്തില്ല. ഇവിടെ ഒഴിവാക്കണം.